നമസ്കാരം, ഷെക്കന വേൾഡ് ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഇറാനിയൻ കപ്പലുകളുടെ സഞ്ചാരത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പൂർണ്ണ ഉപരോധം പ്രഖ്യാപിച്ചു. എന്നാൽ കനത്ത ടോൾ ഈടാക്കാനുള്ള മുൻ തീരുമാനം മാറ്റി മറ്റു രാജ്യങ്ങളുടെ കപ്പലുകൾക്കായി ഈ പാത തുറന്നു നൽകുമെന്നും US വ്യക്തമാക്കിയിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷാ ആശങ്കകൾ വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് ഇറാനെതിരെ ശക്തമായ നിലപാടുമായി അമേരിക്ക രംഗത്തെത്തിയിരിക്കുന്നത്. പുതിയ പ്രഖ്യാപന പ്രകാരം ഇറാനിയൻ തുറമുഖങ്ങളിലേക്കോ അവിടെ നിന്നോ ഉള്ള കപ്പലുകൾക്കും ഇറാനിയൻ ചരക്കുകൾ വഹിക്കുന്ന കപ്പലുകൾക്കും ഈ ഉപരോധം പൂർണ്ണമായും ബാധകമായിരിക്കും. ഇറാൻ ഒഴികെയുള്ള മറ്റെല്ലാ രാജ്യങ്ങളുടെയും കപ്പൽ ഗതാഗതത്തിന് ഹോർമൂസ് പാത സുരക്ഷിതമാക്കി തുറന്നു നൽകുമെന്ന് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ വ്യക്തമാക്കി. അതേസമയം ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന ചരക്ക് കപ്പലുകളിൽ നിന്ന് 20% റീഇംബേഴ്സ്മെന്റ് ഫീ അഥവാ ടോൾ ഈടാക്കാനുള്ള വിവാദപരമായ തീരുമാനം അമേരിക്ക പിൻവലിച്ചു. വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ നേതാക്കളുമായി നടത്തിയ ഫലപ്രദമായ ചർച്ചകൾക്ക് ശേഷമാണ് ട്രംപിന്റെ ഈ പിന്മാറ്റം. കനത്ത ടോളിന് പകരമായി ഗൾഫ് രാജ്യങ്ങളും അമേരിക്കയും തമ്മിൽ വൻതോതിലുള്ള പുതിയ വ്യാപാര നിക്ഷേപ കരാറുകളിൽ ഏർപ്പെടുവാനാണ് ഇപ്പോൾ ഇരുപക്ഷവും തീരുമാനിച്ചിരിക്കുന്നത്. ഇറാന്റെ ക്രൂരവും അക്രമാസക്തവുമായ ഭരണകൂടം ആ രാജ്യത്തെ പൂർണ്ണമായ നാശത്തിലേക്കാണ് നയിക്കുന്നതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് കുറ്റപ്പെടുത്തി. ഇറാൻ ഇനിയൊരിക്കലും ഒരു ആണവായുധം കൈവശം വെക്കില്ലെന്ന് ട്രംപ് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിൽ സംഘർഷം കനക്കുന്നതിനിടെ മേഖലയിലെ സുരക്ഷിതമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കാനുള്ള അമേരിക്കയുടെ നീക്കങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രാധാന്യത്തോടെയാണ് വീക്ഷിക്കപ്പെടുന്നത്. ഇന്ത്യക്കാർക്കുള്ള വിസാരഹിത പ്രവേശനം പൂർണ്ണമായി പിൻവലിക്കുവാനുള്ള തീരുമാനത്തിൽ നിന്ന് തായ്ലൻഡ് സർക്കാർ പിന്മാറി. എന്നാൽ നേരത്തെ ഉണ്ടായിരുന്ന 60 ദിവസത്തെ ഇളവ് 30 ദിവസമായി ചുരുക്കിക്കൊണ്ടാണ് തായ്ലൻഡ് മന്ത്രിസഭ പുതിയ ഉത്തരവ് അംഗീകരിച്ചിരിക്കുന്നത്. ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ യാത്രാരീതികൾ കണക്കിലെടുത്താണ് 30 ദിവസത്തെ വിസാരഹിത പ്രവേശനം തുടരുവാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതെന്ന് തായ് ടൂറിസം മന്ത്രി സുരാസാക് പഞ്ചരയോഗൻ വെർഗ്വൽ അറിയിച്ചു. കഴിഞ്ഞ മെയ് മാസത്തിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ വിസാരഹിത പ്രവേശനം നിർത്തലാക്കുവാൻ സർക്കാർ നീക്കം നടത്തിയിരുന്നു. ഇതേ തുടർന്ന് ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ വലിയ കുറവ് രേഖപ്പെടുത്തിയതോടെയാണ് പൂർണ്ണമായി നിർത്തലാക്കാതെ കാലാവധി കുറച്ച് ഇളവ് നിലനിർത്തുവാൻ സർക്കാർ തയ്യാറായത്. തായ്ലൻഡിൽ എത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ ചൈനയും മലേഷ്യയും കഴിഞ്ഞാൽ 3-ാം സ്ഥാനത്ത് ഇന്ത്യക്കാരാണ് ഉള്ളത്. നിലവിൽ ചൈന, മലേഷ്യ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് 60 ദിവസം വരെ വിസയില്ലാതെ തുടരുവാൻ അനുമതിയുണ്ട്. മുൻപ് ഇന്ത്യയടക്കം 93 രാജ്യങ്ങൾക്ക് തായ്ലൻഡിൽ 60 ദിവസത്തെ വിസാരഹിത പ്രവേശനം അനുവദിച്ചിരുന്നെങ്കിലും പുതിയ പരിഷ്കാരങ്ങളുടെ ഭാഗമായി ഇത് 54 രാജ്യങ്ങളായി ചുരുക്കുവാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് പുറമെ ക്രൊയേഷ്യ, ബൾഗേറിയ, സൈപ്രസ്, മാൾട്ട, മാലിദ്വീപ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും പുതുതായി 30 ദിവസത്തെ വിസാരഹിത പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. ഇതോടെ ഈ ആനുകൂല്യങ്ങളുടെ രാജ്യങ്ങളുടെ ആകെ എണ്ണം 60 ഉയർന്നു. തായ് പാസ്പോർട്ട് ഉടമകൾക്ക് യൂറോപ്പിലുള്ള ഷെങ്കൻ വിസ എളുപ്പമാക്കുന്നതിനുള്ള നയതന്ത്ര ശ്രമങ്ങളുടെ ഭാഗമായി 27 യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെയും ഈ പുതിയ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ മേഖലയിൽ യുദ്ധസമാനമായ അന്തരീക്ഷം തുടരുന്നതിനിടെ സംഘർഷങ്ങളിൽപ്പെട്ട് ഇതുവരെ 13 ഇന്ത്യൻ പൗരന്മാർ കൊല്ലപ്പെട്ടതായി ഔദ്യോഗിക സ്ഥിരീകരണം. ഹോർമൂസ് കടലിടുക്കിൽ 7 ഇന്ത്യൻ ചരക്ക് കപ്പലുകൾ യാത്ര തുടരാനാകാതെ കുടുങ്ങിയതോടെ 148 നാവികരുടെ സുരക്ഷയും ആശങ്കയിലായിരിക്കുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരി 28 ആരംഭിച്ച ഇറാൻ US സൈനിക ഏറ്റുമുട്ടലുകളുടെ പശ്ചാത്തലത്തിൽ വാർത്താ ഏജൻസിയായ PTI പുറത്തുവിട്ട ഔദ്യോഗിക കണക്കുകളിലാണ് ഈ ഞെട്ടിക്കുന്ന വിവരമുള്ളത്. മേഖലയിലുണ്ടായ വിവിധ ആക്രമണങ്ങളിൽപ്പെട്ട് കാണാതായ 3 ഇന്ത്യക്കാർക്കായി നിലവിൽ തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ചിരുന്ന ചരക്ക് കപ്പലിന് നേരെ നടന്ന ഒടുവിലത്തെ ആക്രമണത്തിൽ ഒരു മലയാളി നാവികനും ജീവൻ നഷ്ടമായതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. സംഘർഷം കനക്കുന്ന സമുദ്രപാതയിൽ ഇന്ത്യൻ പതാക വഹിച്ച 7 ചരക്ക് കപ്പലുകളാണ് നിലവിൽ യാത്ര തുടരാനാകാതെ കുടുങ്ങിക്കിടക്കുന്നത്. സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ 148 ഇന്ത്യൻ നാവികരാണ് ഈ കപ്പലുകളിൽ കടലിൽ കുടുങ്ങിയിരിക്കുന്നത്. യുദ്ധമേഖലയിലെ കടുത്ത വെല്ലുവിളികൾക്കിടയിലും കപ്പലുകളിലുള്ള ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് അധികൃതർ. ഈ സമുദ്രപാതയിലൂടെയും പശ്ചിമേഷ്യൻ മേഖലയിലൂടെയും സഞ്ചരിക്കുന്ന മറ്റു വിദേശ കപ്പലുകളിലെ ഇന്ത്യൻ ജീവനക്കാരുടെയും അതുപോലെ തദ്ദേശീയ കപ്പലുകളുടെയും സുരക്ഷ മുൻനിർത്തി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തി വരികയാണ്. നയതന്ത്ര തലത്തിലും പ്രതിരോധ തലത്തിലും ആവശ്യമായ അടിയന്തര ഇടപെടലുകൾ നടത്തുവാൻ ഡൽഹിയിൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ അമേരിക്ക ഇറാൻ യുദ്ധം കടുക്കുന്ന പശ്ചാത്തലത്തിൽ അമേരിക്കൻ വ്യോമാക്രമണത്തിന് തിരിച്ചടിയായി ബഹ്റൈനും കുവൈറ്റിനും നേരെ ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തി. ഇറാൻ ചർച്ചകൾക്ക് തയ്യാറായില്ലെങ്കിൽ അടുത്ത ആഴ്ചയോടെ രാജ്യം കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും പവർ പ്ലാന്റുകളും പാലങ്ങളും തകർക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. അമേരിക്കൻ സേന തുടർച്ചയായ 4-ാം ദിവസവും ഇറാന്റെ തുറമുഖങ്ങൾ ലക്ഷ്യമിട്ട് കടുത്ത ആക്രമണം നടത്തുകയും സമുദ്ര ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇറാൻ പ്രത്യാക്രമണം ശക്തമാക്കിയത്. US സൈനിക താവളങ്ങളുള്ള ബഹ്റൈനിലും കുവൈറ്റിലും പുലർച്ചെയോടെ ഇറാന്റെ മിസൈലുകളും ഡ്രോണുകളും പതിക്കുകയായിരുന്നു. തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ശത്രുക്കളുടെ നിരവധി മിസൈലുകൾ വെടിവെച്ചിട്ടതായി കുവൈറ്റ് സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അക്രമത്തെ തുടർന്ന് ബഹ്റൈനിൽ അപായ സൈറണുകൾ മുഴങ്ങിയത് മേഖലയെ വീണ്ടും യുദ്ധഭീതിയിലാഴ്ത്തി. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് വലിയ തുക നികുതി ഈടാക്കുമെന്ന മുൻ പ്രസ്താവനയിൽ നിന്ന് ഡൊണാൾഡ് ട്രംപ് പിന്മാറിയെങ്കിലും ഇറാനുമേലുള്ള കടുത്ത സൈനിക നീക്കങ്ങൾ തുടരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് സമാധാന ചർച്ചകൾക്ക് ഇറാൻ തയ്യാറായില്ലെങ്കിൽ വരും ആഴ്ചകളിൽ ഇറാന്റെ വൈദ്യുതി നിലയങ്ങളും പ്രധാന പാലങ്ങളും തകർക്കുമെന്ന കടുത്ത ഭീഷണി ട്രംപ് മുടക്കിയത്. വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളെ ചെറുക്കുവാനാണ് തങ്ങളുടെ നീക്കമെന്ന്
തുടരുമെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. അതേസമയം US-ന്റെ ശത്രുപരമായ നടപടികൾ തുടരുന്നിടത്തോളം കാലം മേഖലയിൽ നിന്ന് ഒരു തുള്ളി എണ്ണയോ വാതകമോ കയറ്റി അയക്കുവാൻ അനുവദിക്കില്ലെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം ആഗോള എണ്ണ വിപണിയിൽ എണ്ണവില കുതിച്ചുയരുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $86 ഉയർന്നത് ആഗോള സാമ്പത്തിക മേഖലയിലും വലിയ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യ റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ എന്ന പേരിൽ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ചതായി അവകാശപ്പെടുന്ന പ്രസ്താവന സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നു. മേഖലയുടെ 85% പ്രദേശവും തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന് വിഘടനവാദികൾ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഈ പ്രഖ്യാപനത്തിന് ഔദ്യോഗികമായ സ്ഥിരീകരണമോ അന്താരാഷ്ട്ര അംഗീകാരമോ ഇതുവരെ ലഭിച്ചിട്ടില്ല. പാകിസ്ഥാന്റെ പടിഞ്ഞാറ് മേഖലയായ ബലൂചിസ്ഥാനിലും തെക്ക് ഭാഗത്തുള്ള പാക് അധീന കശ്മീരിലും ഒരേ സമയം വൻ ജനകീയ പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നതിനിടെയാണ് വിഘടനവാദികളുടെ ഈ പുതിയ നീക്കം. തങ്ങൾക്ക് സ്വന്തമായി ദേശീയപാത, ദേശീയഗാനം, കറൻസി, പ്രത്യേക ഭരണ സംവിധാനം എന്നിവ നിലവിൽ വന്നതായാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ പ്രസ്താവനയിൽ വിഘടനവാദികൾ അവകാശപ്പെടുന്നത്. എന്നാൽ ഈ അവകാശവാദങ്ങൾക്ക് സ്വതന്ത്രമായ യാതൊരു സ്ഥിരീകരണവും ലഭ്യമായിട്ടില്ലെന്ന് മാത്രമല്ല പാകിസ്ഥാൻ സർക്കാരും ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. അന്താരാഷ്ട്ര സമൂഹം ബലൂചിസ്ഥാനെ സ്വതന്ത്ര രാഷ്ട്രമായി ഉടൻ അംഗീകരിക്കണമെന്നും ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള ആഗോള സംഘടനകൾ തങ്ങൾക്ക് പിന്തുണ നൽകണമെന്നും പ്രസ്താവനയിലൂടെ ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ലോകത്തെ ഒരു രാജ്യവും നിലവിൽ ബലൂചിസ്ഥാനെ സ്വതന്ത്രമായി അംഗീകരിച്ചിട്ടില്ലാത്തതിനാൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങളെ കേവലം പ്രചാരണം മാത്രമായി കാണുവാൻ കഴിയൂ എന്ന് മാധ്യമ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. അടുത്ത ദിവസങ്ങളിലായി പാക് സുരക്ഷാ സേനയും ബലൂച്ച് സായുധ സംഘടനകളും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ ഈ മേഖലയിൽ അതിരൂക്ഷമായി തുടരുകയാണ്. ചെമ്പ്, സ്വർണം, പ്രകൃതിവാതകം തുടങ്ങിയ വിലയേറിയ ധാതു സമ്പത്തുകളാൽ അതീവ സമ്പന്നമായ മേഖലയാണ് ബലൂചിസ്ഥാൻ. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി പദ്ധതിയുടെ പ്രധാന കേന്ദ്രമായ തന്ത്രപ്രധാനമായ ഗ്വാദർ തുറമുഖം സ്ഥിതി ചെയ്യുന്നതും ഈ പ്രവിശ്യയിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ അസ്ഥിരതകളും സംഭവ വികാസങ്ങളും വരും ദിവസങ്ങളിൽ ദക്ഷിണേഷ്യൻ മേഖലയിലാകെ വലിയ ഭൗമരാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുവാൻ സാധ്യതയുണ്ടെന്നാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയ വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇറാഖിൽ നിന്നുള്ള അമേരിക്കൻ സൈനിക പിന്മാറ്റം വരുന്ന സെപ്റ്റംബർ അവസാനത്തോടെ പൂർത്തിയാകുമെന്ന് US പെന്റഗണും ഇറാഖ് സർക്കാരും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഇറാഖ് പ്രധാനമന്ത്രി അലി അൽ സെയ്ദിയുമായി വൈറ്റ് ഹൌസിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ചരിത്രപരമായ പ്രഖ്യാപനം നടത്തിയത്. 2003-ൽ സദാം ഹുസൈൻ ഭരണകൂടത്തെ പുറത്താക്കുവാൻ നടത്തിയ അധിനിവേശത്തോടെ ആരംഭിച്ച് പിന്നീട് ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരായുള്ള പോരാട്ടങ്ങളിലേക്ക് മാറിയ 23 വർഷത്തെ US സൈനിക സാന്നിധ്യത്തെയാണ് ഇതോടെ ഇറാഖിൽ ഔദ്യോഗികമായി അന്ത്യമാകുന്നത്. ഇനി ഇറാഖിൽ തങ്ങൾക്ക് സൈന്യത്തിന്റെ ആവശ്യമില്ലെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പുതിയ തലത്തിലേക്ക് വളരുകയാണെന്നും ട്രംപ് വ്യക്തമാക്കി. ആവശ്യമെങ്കിൽ ഇറാഖിനെ സംരക്ഷിക്കുവാൻ തങ്ങൾ ഇപ്പോഴും സന്നദ്ധരാണെന്നും എന്നാൽ ഇനി അതിന്റെ ആവശ്യം വരുമെന്ന് കരുതുന്നില്ലെന്നും US പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. വരുന്ന സെപ്റ്റംബർ 30 അമേരിക്കൻ സൈന്യം പൂർണ്ണമായും ഇറാഖ് വിടുമെന്നും എന്നാൽ US കമ്പനികൾ ഇറാഖിലെ നിക്ഷേപ മേഖലകളിൽ പ്രധാനമന്ത്രി അലി അൽ സയ്ദി വ്യക്തമാക്കി. പ്രത്യേകിച്ച് എണ്ണ കമ്പനികളുമായി ഇറാഖിലുള്ള ബന്ധം ശക്തമാകുന്ന സാഹചര്യത്തിൽ സൈനികേതരമായ ഒരു വലിയ സാമ്പത്തിക വ്യാപാര ബന്ധമാണ് ഇനി ഇരു രാജ്യങ്ങളും തമ്മിൽ രൂപപ്പെടുവാൻ പോകുന്നത്. ഭീകരവാദ വിരുദ്ധ പോരാട്ടത്തിന്റെ പൂർണ്ണ ചുമതല സ്വന്തം സൈന്യത്തിന് ഏറ്റെടുക്കുവാനും പ്രാപ്തിയുണ്ടെന്ന് ഇറാഖ് ആവർത്തിച്ചു. IS ഭീകരർക്കെതിരായ സൈനിക ദൗത്യം അവസാനിപ്പിക്കുവാൻ മുൻപ് ഒപ്പുവെച്ച കരാറിനെ തുടർച്ചയാണ് ഈ അന്തിമ പിന്മാറ്റമെന്ന് പെന്റഗൺ വ്യക്തമാക്കിയിട്ടുണ്ട്. മേഖലയിൽ അവശേഷിച്ചിരുന്ന പല US ട്രൂപ്പുകളും ഇതിനോടകം തന്നെ ഇറാഖിൽ നിന്നും മടങ്ങി തുടങ്ങിയിരുന്നു. ഇറാഖി ദേശീയ സേനയ്ക്ക് അമേരിക്കൻ സൈന്യം നൽകിയ പരിശീലനം പൂർത്തിയായ പശ്ചാത്തലത്തിൽ ഇറാഖിന്റെ സുരക്ഷ പൂർണ്ണമായും സ്വന്തം സൈന്യത്തിന് കീഴിലേക്ക് മാറുന്നത് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കും. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്. വിദേശത്ത് കഴിയുന്ന ഇറാഖി ക്രൈസ്തവരോട് തങ്ങളുടെ ജന്മനാട്ടിലേക്ക് മടങ്ങിവരുവാൻ ആഹ്വാനം ചെയ്ത് ഇറാഖ് പ്രധാനമന്ത്രി അലി ഫാലെഹ് അൽ സയ്ദി. കൽദായ പാത്രിയാർക്കീസ് പോൾ മൂന്നാമൻ നോനയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇറാഖ് വിട്ടുപോകുവാൻ നിർബന്ധിതരായ ക്രൈസ്തവരുടെ മടങ്ങിവരവ് തന്റെ സർക്കാരിന്റെ ദേശീയ മുൻഗണനയായി മാറിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. ക്രിസ്ത്യൻ കുടുംബങ്ങൾക്ക് മടങ്ങിവരുവാൻ ആവശ്യമായ പിന്തുണ നൽകുവാൻ സർക്കാർ തയ്യാറാണെന്നും രാജ്യത്തെ 1 ദശലക്ഷം പാർപ്പിട ഭൂമി പദ്ധതിയിൽ ഇവർക്ക് മുൻഗണന നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാഖിന്റെ ശക്തി അതിന്റെ വംശീയ മത സാംസ്കാരിക വൈവിധ്യങ്ങളിലും ജനങ്ങളുടെ ഐക്യത്തിലുമാണെന്ന് ചൂണ്ടിക്കാട്ടിയ അൽ സയ്ദി ക്രിസ്ത്യാനികളെ ഇറാഖി സമൂഹത്തിന്റെ സജീവവും അവിഭാജ്യവുമായ ഘടകമാണെന്നും രാഷ്ട്രനിർമ്മാണത്തിലും ഇറാഖിന്റെ ചരിത്രവും ഭാവിയും രൂപപ്പെടുത്തുന്നതിനുള്ള പ്രധാന പങ്കാളികളെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു. വിദേശത്ത് കഴിയുന്ന ഇറാഖി ക്രിസ്ത്യൻസ് ബിസിനസ് പ്രമുഖരോടും നിക്ഷേപകരോടും നാട്ടിലേക്ക് മടങ്ങിവരുവാനും ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ വിവിധ മേഖലകളിൽ ലഭ്യമായ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തി രാജ്യത്തിന്റെ പുനർനിർമ്മാണത്തിൽ പങ്കാളികളാകുവാനും പ്രധാനമന്ത്രി പ്രോത്സാഹിപ്പിച്ചു. രാജ്യത്ത് സ്ഥിരത ഉറപ്പാക്കുവാനും അവരുടെ പദ്ധതികൾ വിജയിപ്പിക്കുന്നതിനും സാമ്പത്തിക വളർച്ചയ്ക്കും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ആവശ്യമായ പിന്തുണ നൽകുവാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ ഈ നടപടികളെയും ഇറാഖിലെ ക്രിസ്ത്യൻ സമൂഹത്തെ പിന്തുണയ്ക്കുന്നുള്ള അദ്ദേഹത്തിന്റെ പ്രതിജ്ഞാബദ്ധതയെയും പാത്രിയാർക്കീസ് നോന അഭിനന്ദിച്ചു. സർക്കാരിന്റെ ഈ നിലപാട് വിദേശത്ത് കഴിയുന്ന ഇറാഖി ക്രൈസ്തവർക്ക് നാട്ടിലേക്ക് മടങ്ങുവാൻ വലിയൊരു സന്ദേശമാണ് നൽകുന്നതെന്നും രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ 2 കത്തോലിക്ക യുവാക്കൾ വെടിയേറ്റ് മരിച്ചതിനെ തുടർന്ന് കടുത്ത ഭീതിയിലായിരിക്കുകയാണ് പ്രാദേശിക ക്രൈസ്തവ സമൂഹം. മസ്തൂങ് നഗരത്തിലുണ്ടായ ഭീകരാക്രമണത്തിലാണ് കത്തോലിക്കരായ 2 യുവാക്കൾ കൊല്ലപ്പെട്ടത്. ഈ കൊലപാതകം പാകിസ്ഥാനിലെ ന്യൂനപക്ഷമായ ക്രൈസ്തവരുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ വീണ്ടും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ ആക്രമണത്തിൽ ക്രൈസ്തവ
ക്രൈസ്തവ സമൂഹം കടുത്ത അമർഷത്തിലാണ്. മൃതദേഹങ്ങൾ അടങ്ങിയ ആംബുലൻസുകൾ കൊറ്റ കറാച്ചി ദേശീയപാതയിൽ നിർത്തിയിട്ട് ഇരകളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും വലിയ രീതിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തി. ഏകദേശം 1.5 കോടി ജനസംഖ്യയുള്ള ബലൂചിസ്ഥാനിൽ ക്രൈസ്തവർ ജനസംഖ്യയുടെ 0.5% താഴെ മാത്രമാണ്. ഭൂരിപക്ഷവും മുസ്ലിം ജനവിഭാഗം താമസിക്കുന്ന മസ്തൂങ് നഗരത്തിൽ വെറും 50ഓളം ക്രൈസ്തവ കുടുംബങ്ങൾ മാത്രമാണ് ജീവിക്കുന്നത്. ഇവരിൽ ഭൂരിഭാഗവും പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ നിന്ന് കുടിയേറിയവരും ശുചീകരണ തൊഴിലാളികളായി ജോലി ചെയ്യുന്നവരുമാണ്. സാമ്പത്തികമായും സാമൂഹ്യമായും ഏറെ പിന്നാക്കം നിൽക്കുന്നവരുമാണ് ഇവർ. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ സമാനമായ രീതിയിൽ 5 വലിയ ആക്രമണങ്ങളിലായി 18 ക്രൈസ്തവരാണ് ബലൂചിസ്ഥാനിൽ കൊല്ലപ്പെട്ടത്. തദ്ദേശീയരായ ബലൂച്ച് വിഭാഗക്കാരിൽ നിന്ന് വ്യത്യസ്തമായ വസ്ത്രധാരണ രീതിയും പഞ്ചാബി പശ്ചാത്തലവും ഉള്ളതിനാൽ ഇവർ അക്രമികൾക്ക് എളുപ്പത്തിൽ ലക്ഷ്യം വയ്ക്കാവുന്ന ഇരകളായി മാറുന്നുവെന്ന് കത്തോലിക്ക മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്. വേൾഡ് ടുഡേ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.